ഞാൻ ഏറെ സ്നേഹിക്കുന്ന വെസ്റ്റേൺ റീജിയൻ്റെ ഫോമ നേതാക്കളെ, ഫോമയുടെ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ്, ഇത് ഇൻട്രൊഡക്ഷൻ ടൈം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി ഓജസ് പോയി എന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. അതുപോലെ എന്നോടൊപ്പമുള്ള ടീം അംഗങ്ങളെ, ഫോമയുടെ സുപ്രധാന ലീഡേഴ്സ്, മുൻ ജോയിന്റ് സെക്രട്ടറി റിനി പൗലോസ് മുതൽ ഒട്ടേറെ പേര് ഈ ഓഡിയൻസിലുണ്ട്. ഫോമ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പ്രസ്ഥാനം അമേരിക്കൻ മലയാളികളുടെ കഠിന യത്നത്തിൻ്റെ മധുര പ്രതിഫലമാണ്. ദീർഘവർഷങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ സാഫല്യമുള്ള സംഘടന. 2008 മുതൽ ഈ പ്രസ്ഥാനം നോർത്ത് അമേരിക്കയിൽ, USA-യിലും കാനഡയിലും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 10, 16, 17 വർഷം കൊണ്ട് ഇത് വളർന്ന് വലിയ പ്രസ്ഥാനമായിട്ട്, മലയാളികൾക്ക് അഭിമാനമായിട്ട്, മലയാളികളുടെ ശബ്ദവും ശക്തിയുമായിട്ട് വളർന്ന് കഴിഞ്ഞതിൽ നിങ്ങളും ഞാനും സന്തോഷിക്കുന്നു. ഫോമയുടെ അടുത്ത 2 വർഷക്കാലത്തെ 2024-26 കാലയളവിലെ സാരഥ്യത്തിലേക്ക് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് തോമസ് ടി ഉമ്മൻ. എന്നോടൊപ്പം ഫോമയുടെ 2024-26 കാലയളവിലേക്ക് മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് സാമുവൽ മത്തായി ഫ്രം ഡാലസ്, ട്രഷററായി ബിനൂബ് ശ്രീധരൻ ഫ്രം ഫ്ലോറിഡ, വൈസ് പ്രസിഡന്റായി നിങ്ങൾക്ക് സുപരിചിതനായ സിനിമാ നടൻ സണ്ണി കല്ലുപ്പാറ ഫ്രം ന്യൂയോർക്ക്, ജോയിന്റ് സെക്രട്ടറി ആയി നിങ്ങളുടെ പ്രിയങ്കരനായ വെസ്റ്റേൺ റീജിയന്റെ അഭിമാനമായ ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്. അതുപോലെ ഇന്ന് വന്നെത്തുവാനായിട്ട് സാധിക്കാതെ പോയ, മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാൽ സാധിക്കാതെ പോയ അമ്പിളി സജിമോനാണ് അറ്റ്ലാന്റയിൽ നിന്നും എന്നോടൊപ്പം ടീം ഫോമയിൽ ജോയിന്റ് ട്രഷററായിട്ട് മത്സരിക്കുന്നത്. എന്താണ് ടീം ഫോമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? നമ്മുടെ കർമ്മ പരിപാടികൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ഇത് നോർത്ത് അമേരിക്കയിലെ പ്രബുദ്ധരായ മലയാളി മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 84 അംഗസംഘടനകളിൽ 12 റീജിയനുകളിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അപ്രകാരമാണ് വെസ്റ്റേൺ യൂണിയനിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. വെസ്റ്റേൺ യൂണിയന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയ ചങ്ങാതിമാര് ജോൺസണ്, ലെബോണ്, അതുപോലെ സജിത്ത് ഒക്കെ നേരത്തെ സൂചിപ്പിച്ചു. എന്ത് ആണ് നിങ്ങളുടെ പരിപാടി? നിങ്ങൾ എന്ത് ഫോമയിൽ നിന്നും വെസ്റ്റേൺ റീജിയന് നൽകും എന്നുള്ള രീതിയിലാണ് ആ ചോദ്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഫോമയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളൊക്കെ കാലാകാലങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫോമയുടെ ഒരു ചെറിയ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഫോമ എന്ന മലയാളി പ്രസ്ഥാനം, സംഘടനകളുടെ സംഘടന ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ അഡ്വൈസറി അഡ്വോ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു ഞാൻ. അതിനുശേഷം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൈലോ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. പിന്നീട് പൊളിറ്റിക്കൽ ഫോറത്തിൻ്റെ ചെയർമാനായിരുന്നു. പിന്നെ നാഷണൽ അഡ്വൈസറി കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. ഏറ്റവും ഒടുവിലായി 2022 കാലഘട്ടത്തിൽ ഫോമായ $1 മില്യൺ പ്രസ്ഥാനമാക്കി വളർത്തി വലുതാക്കിയ സന്ദർഭത്തിൽ അനിയൻ ജോർജിനോടും ഉണ്ണികൃഷ്ണനോടും ചേർന്ന് ഫോമയുടെ ട്രഷറർ പദത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ആ മഹാഭാഗ്യമുണ്ടായി. ഇന്ന് അത്രയ്ക്ക് വലുതായ ഒരു പ്രസ്ഥാനമായിട്ട് ഫോമ വളർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭാവിയിൽ ഫോമയ്ക്ക് എന്ത് ചെയ്യുവാൻ, ഞങ്ങളുടെ ടീമിനെ ടീം ഫോമയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ
വളരെ വ്യക്തമായ 12 കർമ്മ പരിപാടികളാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന എൻ്റെ ടീം വന്നിട്ട് അത് സമർപ്പിക്കും. ഈ 12 പരിപാടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ടീം ഫോമ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സമയത്തിന് നന്ദി. നിങ്ങളുടെ വിലയേറിയ അനുഗ്രഹത്തിനും വോട്ടിനും ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് അടുത്ത 2 വർഷക്കാലത്തെ സാരഥ്യത്തിലേക്ക് ആനയിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.